ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് വിഡ്ത്തും ഹൈറ്റും കൊടുക്കുകയാണ്. നമ്മൾ പിക്സൽസിലാണ് ചൂസ് ചെയ്യേണ്ടത്. വർക്കിംഗ് യൂണിറ്റ് പിക്സൽസ്, വിഡ്ത്ത് വന്നിട്ട് 1200, ഹൈറ്റ് 628, റെസൊല്യൂഷൻ 72, കളർ മോഡ് RGB തന്നെ. വേറെ ചേഞ്ചസ് ഒന്നുമില്ല, ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഇമേജസ് ആഡ് ചെയ്യാൻ പോവാണ്. സൈസ് ഒന്ന് കുറച്ച് സൈഡിലേക്ക് വെച്ചിരിക്കുന്നു. വിസിബിലിറ്റി ഓഫ് ചെയ്യുന്നു. ദെൻ ഈ ഒരു ഇമേജിനെ സ്കെയിൽ അപ്പ് ചെയ്യാണ്. ഷിഫ്റ്റ് ഓൾട്ട് ഹോൾഡ് ചെയ്യുക, സ്കെയിൽ അപ്പ് ചെയ്യുക. ദെൻ പൊസിഷൻ. ഓക്കെ, അതിനായിട്ട് ഞാനൊരു നോട്ട് പാഡ് ഫയലിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന കണ്ടന്റിനെ കോപ്പി, ടെക്സ്റ്റ് ടൂളിനെ സെലക്ട് ചെയ്തതിനു ശേഷം ടെക്സ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സോ പേസ്റ്റ് ചെയ്യുമ്പോൾ ഫോണ്ട് സൈസ് ഒബ്വിയസ്ലി ചെറുതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ക്യാരക്ടർ മാപ്പ് ഓപ്ഷൻസ് എടുക്കുക, സ്കെയിൽ അപ്പ് ചെയ്യുക. കീബോർഡിലെ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചിട്ടായിരുന്നു നമുക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കണ്ടന്റ് ഇങ്ങനെ ഇരിക്കാന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇരിക്കട്ടെ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ചെയ്യണം. റെക്ടാങ്കിളിന് കളർ വന്നിട്ട് ഫിൽ കളർ ഒരെണ്ണം ചൂസ് ചെയ്യുന്നു. സ്ട്രോക്കിന് കളർ കൊടുക്കുന്നില്ല. ഓക്കെ, സ്ട്രോക്ക് 0 ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പിനെ എങ്ങനെ ആൾട്ടർ ചെയ്ത് നോക്കാം. ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചു. ഇതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ആഡ് ആങ്കർ പോയിന്റ് ടൂള്, പെൻ ടൂള് തന്നെ ആഡ് ആങ്കർ പോയിന്റ് ടൂൾ എടുക്കുകയാണ്. സെന്ററിൽ വന്നിട്ടൊരു ക്ലിക്ക്. ദെൻ ചേഞ്ചസ് ഒന്നുമില്ല, ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒന്ന് മൂവ് ചെയ്തു മുകളിലേക്ക്. ഓക്കെ, ഞാൻ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഇനി അടുത്തതായിട്ട് ഈ ഷേപ്പിനെ തന്നെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ലെയറിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് റൈറ്റ് ബട്ടൺ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്ലിക്ക് ചെയ്യുക, ചോദിക്കും, ഓക്കെ കൊടുക്കുക. ദെൻ അതിനെ Ctrl+T ട്രാൻസ്ഫോർമേഷൻ ടൂള് സ്കെയിൽ ഡൗൺ ചെയ്യുക ഇതിനുള്ളിലേക്ക് വരാനായിട്ട്. ദെൻ എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഷേപ്പ് ടൂളിലേക്കാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫില്ല് വന്നിട്ട് ഞാൻ സ്ട്രോക്ക് വന്നിട്ട് വൈറ്റ് കളറ്, അതിന്റെ പോയിന്റ്സ് എത്ര വേണമെന്നുള്ളത് ചോദിക്കും. ഒന്ന് ഡിക്രീസ് ചെയ്യുക, ഒരു ചെറിയൊരു വാല്യൂ മതി. ഓക്കെ, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്നതാണ് അതിന്റെ പ്രൊഫൈൽ. ഇവിടെ വരെ സ്ട്രോക്ക് ഓപ്ഷൻസിലെ സ്ട്രോക്കിനെ നമുക്ക് ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ ഒന്ന് എനേബിൾ ചെയ്യാം. ഇതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ടെക്സ്റ്റ്. ഞാനിവിടെ ഈ ഷോപ്പ് നൗന് മാത്രം സെപ്പറേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. Ctrl+X കട്ട് ചെയ്തു, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. ബാക്കി ഈ കണ്ടന്റില് ഗുഡ് ബൈ 2020 സെയിൽ എന്നുള്ളതാണ് ഞാനിവിടെ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത്. അതില് ഈ കാണുന്നതിന് ഞാനിവിടെ കട്ട് ചെയ്യുന്നു, മൂവ് ചെയ്ത് വെച്ചു. അതിനുശേഷം ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു ഇതിൽ നമുക്ക് ടൈപ്പോഗ്രാഫി സെറ്റിംഗ്സ് കുറച്ച് കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഗുഡ് ബൈ ഈ 2020 സെയിൽസ് എന്നുള്ളതിനെ സെലക്ട് ചെയ്തു. ഇനി നമ്മളിവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനാണ് പോണത്. ക്യാരക്ടറിലും ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സബ് ബാറിലും ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ക്യാരക്ടറിൽ പോയിട്ട് ബാസ്കർവിൽ നിന്നുള്ള ഫോണ്ടാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഞാൻ എൻ്റർ അടിക്കുകയാണ്. ഈ കണ്ടന്റിനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഗുഡ് ബൈ. ദെൻ ഈ ഒരു ഫ്രെയിമിന് വന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 2020യുടെ സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്യണം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി, ഫാസ്റ്റ് ആയി. അടുത്തത് സെയിൽ എന്നുള്ളതിനെ സെലക്ട് ചെയ്തു ഇൻക്രീസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ഈ സ്പേസിങ് കറക്റ്റ് അല്ല. സ്പേസിങ് കറക്റ്റ് ചെയ്യാം.
ചെറിയൊരു വാല്യൂ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി ഇവിടെ നമുക്ക് മാത്രമായിട്ട് കുറച്ചധികം വേണം തോന്നി കഴിഞ്ഞാൽ അവിടെ മാത്രം സെലക്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യാം. ഇനി സെയിം തന്നെ ഈ ഭാഗത്തും ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ്ലി ഇത് ഉപയോഗിക്കും. ഗുഡ് ബൈ 2020 സെയിൽ ചെറിയ രീതിയിലൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു, പൊസിഷൻ ചെയ്യുന്നു. നമുക്ക് ഈ ഷേപ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഷേപ്സിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓൾട്ടർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രയും കണ്ടന്റ് വെക്കുന്നതിന്റെ കൂടെ തന്നെ ഈ ഒരു കണ്ടന്റ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മൂവ് ചെയ്ത് വെക്കാം. ഗുഡ് ബൈ 2020 സെയിൽ ഇവിടെ വരുന്ന കണ്ടന്റിനാണ് അടുത്തത് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കണ്ടന്റ് തന്നെ ഇവിടെ വീണ്ടും ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഈ കണ്ടന്റ് എൻ്റർ അടിക്കുന്നു, സെലക്ട് ചെയ്ത് വെച്ചു, മൂവ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ട്രാക്കിംഗ് ഗ്രീഡിങ് അഡ്ജസ്റ്റ് ചെയ്യുക, ഫോണ്ട് സൈസ് റെഡ്യൂസ് ചെയ്യുക. ഇനി സെയിം തന്നെ ഫോണ്ട് ഇവിടെ കൊടുക്കുകയാണ്. ഇനി അടുത്താണ് ഷോപ്പ് നൗ എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു റൗണ്ട് റെക്ടാങ്കിൾ ടൂൾ എടുക്കുന്നു. സോ ബൈ ഡിഫോൾട്ട് ആ കളർ ഫിൽ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ വന്നൊരു സ്ട്രോക്ക് കളർ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. ദെൻ ക്രിയേറ്റ്. ഇവിടെ എത്ര സ്ട്രോക്ക് സൈസ് ആവശ്യമില്ല, ഞാൻ റെഡ്യൂസ് ചെയ്യും. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കാണുന്ന ഷോപ്പ് നൗവിനെ ബോർഡിലേക്ക് ആഡ് ചെയ്യണം. ഷോപ്പ് നൗവിന്റെ സൈസ് ബ്ലാക്ക്. സോ ഈസിലി ഒരു ചെറിയൊരു അഡ്വർടൈസ്മെന്റ് നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്ത്. നെക്സ്റ്റ് നമ്മൾ ലോഗോ പ്ലേസ് ചെയ്യുമ്പോൾ ലോഗോ ഒരിക്കലും ഇങ്ങനെ വൈറ്റ് കളറിൽ വെക്കാതിരിക്കുക, സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. പിന്നെ പ്ലേസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും, ഗൈഡ്സ് യൂസ് ചെയ്യും. ഇനി ഈ ലെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളയാം. മാജിക് വാൻഡ് ടൂൾ ഉപയോഗിക്കുക, വൈറ്റ് കളറിന് ക്ലിക്ക് ചെയ്യുക. ദെൻ മാസ്റ്ററിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഒബ്വിയസ്ലി ആ സെലക്ട് ചെയ്ത ഭാഗം ഒഴിച്ചാണ് നമുക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, ദെൻ കൺട്രോൾ ഷിഫ്റ്റ് ഐ, ദെൻ മാസ്ക് ടൂളിനെ ക്ലിക്ക് ചെയ്യുക. ഈസിയാണ്, നമുക്ക് ഷേപ്പിനെ കൺവേർട്ട് ചെയ്യാതെ തന്നെ അതിലേക്ക് ചേഞ്ചസ് വരും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് യെസ്, ഇവിടെ കാണുന്ന 25th എന്നുള്ളതിന്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, സൂപ്പർസ്ക്രിപ്റ്റ് ആക്കുന്നു. സെയിം തന്നെ 30th സബ്സ്ക്രിപ്റ്റ്. Done.